ഹായ് ഹലോ വീണാസ് ഫാമിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മള് വീഡിയോസ് എടുത്തിട്ട് ഒരാഴ്ചയോളമായി, ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയായിരുന്നു. ഷോർട്സ് ഇടുന്നല്ലാതെ വീഡിയോസ് എടുത്തിട്ട് ഒരാഴ്ചയോളമായി. അപ്പം പുതിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറക്കുകയാണ്. മോൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ. ചില വാലടി പോയിട്ടുണ്ട്, അതും ക്ലിയർ ആയിട്ട് പോയിട്ടില്ല. മാസത്തിൽ 2-3 ദിവസം പോകും, പിന്നെ പനിയും കാര്യങ്ങളാവും, പിന്നെ ബ്രേക്ക് ആവും. ഇത് തന്നെയായിരുന്നു കേട്ടോ. 2.5 വയസ്സ് മുതൽ ബാലവാടി പോകാൻ തുടങ്ങിയതാണ്. പക്ഷെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഒരു മാസം പോയിട്ടേ ഇല്ല. ഒരാഴ്ച പോവും, പിന്നെ പനിയാവും, അങ്ങനെ അങ്ങ് വിട്ടു. പിന്നെ തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പോയി തുടങ്ങണം. അവന് വേണ്ട ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, പെൻസിൽ ബോക്സ്, ചെരുപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. 2 ദിവസം മുന്നേ പോയി വാങ്ങിച്ചായിരുന്നു. ഇനിയിപ്പം സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങൾ വാങ്ങിക്കാന്നുള്ളൂ. അതാണെങ്കിൽ യൂണിഫോം, ബുക്സും കാര്യങ്ങളൊക്കെ പിന്നീട് വാങ്ങിക്കാമെന്ന് വെച്ചു. തിങ്കളാഴ്ച മിക്കവാറും ഞാനായിരിക്കും മോനെ കൊണ്ടാക്കാൻ പോവുക. അനിയനെ വിളിച്ചപ്പോൾ പറഞ്ഞു അനിയുടെ വരുന്നില്ല എന്ന് പറഞ്ഞു. മിക്കവാറും ഞാനായിരിക്കും. അപ്പം നമുക്ക് സ്കൂളിൽ പോയിട്ട് ആദ്യമായിട്ട് പോവല്ലേ, അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് എടുത്തിടാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളായിട്ട് ഞാൻ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുവാണ് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു കുടിവെള്ള കണക്ഷൻ കിട്ടിയേക്കുവാണ്. അത് ഇന്നലെയാണ് കിട്ടിയത് കേട്ടോ. ഇന്നലെ കിട്ടുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ലായിരുന്നു. അത് നീണ്ടു പോകുന്ന ഒരു കാര്യമായിരുന്നു. വെച്ചാൽ ഇന്ന് വരും നാളെ വരുന്നുണ്ട്, ഇങ്ങനെ നീണ്ടു പോയി. അവസാനം ഇന്നലെ നമുക്ക് വെള്ളം കിട്ടി. അതിന് സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ. എന്താ പറയുക, വെള്ളം ഉള്ളപ്പോൾ, വെള്ളമല്ല ഏതൊരു കാര്യമായാലും ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവില്ല. ഇല്ലാതിരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് വെള്ളത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ സ്വന്തമായിട്ടൊരു കുടിവെള്ളം കണക്ഷൻ കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷത്തിലാണ്. അവന് മൂത്രം ഒഴിച്ചിട്ടേ തപ്പ് കൂട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തപ്പ് കൂട്ടുമ്പോൾ ആ മൂത്രം വ്യാഴത്ത് ഉടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വലിയൊരു പുകയിലായിരിക്കും, നല്ല കരച്ചിലായിരിക്കും. അപ്പം വാശി ചെറുതൊന്നും നല്ല വാശിയുണ്ട്. ഇപ്പം ഇവർ രണ്ടുപേരും നല്ല കളിയിലാണ്. ഇപ്പം കളിക്കാനായി വരുന്നേ ഉള്ളൂ. ആദ്യം അത്ര കളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം വലുതായി വരുന്നോറും കളികൾ കൂടി വരുവാണ്. അപ്പം ഇനിയിപ്പം കളിക്കാൻ കാര്യം നോക്കി നിൽക്കുമ്പോൾ മോനെ കളിക്കാൻ കിട്ടില്ല. സ്കൂളിൽ പോയി വന്ന പഠിത്തവും കാര്യങ്ങളാണ്. അപ്പം അത്ര പ്രഷർ കൊടുത്ത് പഠിപ്പിക്കില്ല. എന്നാലും പറയാണ്, എന്നാലും ഇവന് സൗകര്യം അവനെ കിട്ടിയെന്ന് വരില്ല. ഇനി സ്കൂളിൽ പോവുമല്ലേ. അപ്പം ആശാൻ എന്ത് ചെയ്യുന്ന അറിയില്ല. തപ്പ് കൊട്ടുവാണ്, സ്കെറ്റ് കൊണ്ട് തപ്പ് കൊട്ടാണ് കേട്ടോ. ഇനി കുഞ്ഞുവേട്ടന് മുടി ജനിച്ചിട്ട് ഇതുവരെ മുട്ടയടിച്ചിട്ടില്ല. ഈ മുട്ടയടിക്കണം. മഴയാകുമ്പോഴേക്കും മുട്ടയടിക്കും. നല്ല വേർപ്പുണ്ട്, ഉറങ്ങിണിറ്റുള്ളൂ. അപ്പോൾ വേർപ്പുണ്ട്. മഴയാകുമ്പോഴേക്കും മുട്ടയടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആശ്വാസം അല്ലേ. അപ്പം മുടി ഉണ്ടെങ്കിൽ നമുക്ക് കുളിപ്പിക്കുമ്പോൾ മുടി ഒന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ജലദോഷം കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പം ഉടനെ അധികം ഇനി മുട്ടയടിക്കണം. ഞാൻ തലയിൽ വേർപ്പ് നനപ്പാൻ തുടയ്ക്കുവാണ്. അതാണ് സഹോദര സ്നേഹം. അപ്പം കൊണ്ടുപോകും. ഇനി കുഞ്ഞോട്ട് മുട്ടയടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. ഒരാഴ്ചയ്ക്കിടയിലുള്ള വിശേഷങ്ങളുണ്ട്. ഒരാഴ്ച അവന് കുറച്ചേരല്ലേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിന് തെളിച്ചുണ്ടാവില്ല. വീഴും. അപ്പം 2 ദിവസം മുന്നേ പോയിട്ട് ബാഗും കാര്യങ്ങളും വാങ്ങിച്ചു. ഇന്നലെ വെള്ളം കിട്ടി. ഇന്നിപ്പം എന്താ പറയാ, മെല്ലെ കന്നടിക്ക് അങ്ങനെ കന്നടിക്ക്. എന്താ ചേട്ടയെ കന്നടിച്ചെടുക്ക്, കന്നടിക്ക്. ഇതാ അതാ കന്നടിക്ക് ചേട്ടയെ കന്നടിച്ചെടുക്ക്. അങ്ങനെ തന്നെ കന്നടിക്ക്. പാപ്പത്തി തിന്നാൻ തപ്പ് തിന്നാൻ. മക്കളല്ലേ, അസുഖം തന്നെ അസുഖം. കന്നടിച്ചു കൊടുക്ക്. തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.